എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പാരലൽ ലൈൻസിന്റെ ലാസ്റ്റ് പ്രോബ്ലം, പേജ് നമ്പർ 94ത്തെ ലാസ്റ്റ് പ്രോബ്ലം, അതോടുകൂടി ഈ ലെസൺ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് നോക്കാം. അപ്പോൾ ക്രിസ്മസ് എക്സാം, ഹാഫ് ഇയർലി എക്സാം വരാറായി. അതിന് എത്ര ലെസൺ ഉണ്ടെന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. മാത്സ്, ഫിസിക്സും കെമിസ്ട്രിയും എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ക്ലാസ് കറക്റ്റായിട്ട് എനിക്ക് എടുത്ത് തീർക്കണം എന്നുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഓരോ തടസ്സങ്ങൾ വന്നിട്ട് ക്ലാസ് എനിക്ക് ഓരോ ദിവസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ മാത്സ് ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ശ്രമിക്കാം. ഫിസിക്സും കെമിസ്ട്രിയും നേരം കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിചാരിക്കണ പോലെ എളുപ്പമല്ല. നിങ്ങൾ വിചാരിക്കുക വെറുതെ ചേച്ചിക്ക് ക്ലാസ്സും കൂടി ഇടല്ലേ വേണ്ടോന്ന്. പക്ഷേ അങ്ങനെയല്ല. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ചാനലുകൾ, ഞങ്ങൾക്ക് 2 ചാനൽ വേറെ ഉണ്ടല്ലോ. അപ്പം അതും എല്ലാം കൂടിയാവുമ്പോൾ പറ്റണില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്സ് ഞാൻ പരമാവധി ശ്രമിക്കാം. മാത്സ് ആണല്ലോ കുറച്ചുകൂടി ബുദ്ധിമുട്ട്. ഫിസിക്സും കെമിസ്ട്രിയും കുറച്ചുകൂടി എളുപ്പമല്ലേ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത് എത്ര ലെസൺ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞോളൂ. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഈ സമഗ്രയിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതിൽ 7 ലെസണേ ഉള്ളൂ. സിമിലർ ട്രയാങ്കിൾസ് വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ അപ്പോൾ അടുത്ത പാർട്ട് എനിക്ക് ഒരെണ്ണം അത് എടുക്കേണ്ടി വരും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ. Prove that the quadrilateral formed by joining the midpoints of the sides of a quadrilateral is a parallelogram. What if the original quadrilateral is a rectangle? What if it is a rhombus? എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജം. അതിന് പ്രത്യേകതകളൊന്നുമില്ല. പ്രത്യേകതകൾ ഉണ്ടാവും തോറും നമ്മൾ അതിനോരോ പേര് കൊടുക്കും അല്ലേ. അതിന് നീളം, വീതി അങ്ങനെയൊക്കെ ആയിട്ട് കറക്റ്റ് 90 ഡിഗ്രി ഒക്കെ വന്ന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് കറക്റ്റ് 90 ഡിഗ്രി വന്നാൽ നമ്മൾ അതിനെ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് 90 ഡിഗ്രി ആംഗിൾ വന്നു കഴിഞ്ഞാൽ അതിന് സ്ക്വയർ എന്ന് വിളിക്കും ഇല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ 90 ഡിഗ്രി അല്ലാണ്ട് വേറെ ആംഗിൾ ആവാം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പാരലോഗ്രാം ആവും. എല്ലാ സൈഡും ഈക്വലും പാരലലും ആയി കഴിഞ്ഞാൽ അത് എന്താവും? റോംബസ് ആവും. അങ്ങനെ ഓരോരോ പേരിട്ട് കൊടുക്കും. ഇതിപ്പോൾ വെറുതെ ക്വാഡ്രിലേറ്ററൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെറുതെ ഒരു ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് ഒക്കെ പല തരത്തിലായിരിക്കും. പല ആംഗിളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ സൈഡുകൾ ഇരിക്കുന്നുണ്ടാവുക. ഒരു പ്രത്യേകതയും ഉണ്ടാവില്ല. 4 സൈഡും 4 ലെങ്ത് ആയിരിക്കും. 4 ആംഗിളും 4 തരമായിരിക്കും. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ്സുകളൊക്കെ എടുത്തിട്ട് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മിഡ് പോയിന്റ്സുകളൊക്കെ കൂടി ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് വേറൊരു ക്വാഡ്രിലേറ്ററൽ ഇതിന്റെ ഉള്ളിൽ കിട്ടും ഇല്ലേ. ഇതിങ്ങനെ കിട്ടി. ഇതിനെന്താ ചോദിച്ചിട്ടുള്ളത്? ഇങ്ങനെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ക്വാഡ്രിലേറ്ററൽ ഉണ്ടാക്കിയപ്പോൾ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഈ ചതുർഭുജം ഇതൊരു പാരലലോഗ്രാം ആണ്. സമാന്തരീകം പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഈ ക്വാഡ്രിലേറ്ററൽ അങ്ങനെ വെറുതെ ഒരു സാധനമല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒരു പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ ഒരു പേര് കൊടുക്കാം. ഇത് നമുക്ക് PQRS എന്ന് പേര് കൊടുത്തു. ഈ ഉള്ളിലൊരു ക്വാഡ്രിലേറ്ററൽ ഉള്ളതിന് നമുക്ക് ഒരു ABCD എന്ന് പേര് കൊടുക്കാം. ABCD എന്നും പേര് കൊടുത്തു. മനസ്സിലായി? ഇനിയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? പാരലലോഗ്രാമിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ 2 സൈഡുകൾ ഈക്വൽ ലെങ്ത്തുമായിരിക്കണം, പാരലലുമായിരിക്കണം. അതുപോലെ ഇത് രണ്ടും ഈക്വലും ആയിരിക്കണം, പാരലലും ആയിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, പാരലൽ ആവണമെന്നില്ല. അതായത് ഒരു ചതുരം, ഒരു റെക്ടാങ്കിൾ എടുത്താൽ അതൊരു പാരലലോഗ്രാം ആണ്. കാരണം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം എന്ന് പ്രൂവ് ചെയ്താൽ മതി നമുക്ക്. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ ADയും BCയും ഈക്വൽ ആവണം, ABയും CDയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നോക്കി വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് എത്താം. AB ഈക്വൽസ് CD എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ AD ഈക്വൽസ് BC എന്നും പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ഡയഗണൽ, ആദ്യം വരച്ചിരിക്കുന്ന ഈ ക്വാഡ്രിലേറ്ററലിന്റെ ഡയഗണൽസ് അങ്ങ് വരയ്ക്കുക. 2 ഡയഗണൽസ് വരച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ PQRS എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ക്വാഡ്രിലേറ്ററില്
എന്തായി മാറി? ഇപ്പൊ ഇതിനെ മാത്രം നമുക്ക് എടുത്ത് ഇങ്ങനെ വരയ്ക്കാം, നമുക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ എളുപ്പത്തിന്. ഇപ്പൊ PQRS എന്ന് പറയുന്ന ഈ ക്വാഡ്രിലേറ്ററൽ, SQ എന്ന് പറയുന്ന ഒരു ഡയഗണൽ മാത്രം വരച്ചതായിട്ട് വിചാരിക്കാം. അപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാം PQS ഉം QRS എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായി അല്ലേ? അപ്പൊ നോക്കി ഇവിടെ ഈ ഒരു PQRS എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ക്വാഡ്രിലേറ്ററിന്റെ എസും ക്യൂവും കൂടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഡയഗണൽ വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ PQS എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്രയാങ്കിളും ഉണ്ടായി, SQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഇവിടെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ ഒരു ട്രയാങ്കിളിന്റെ, അതായത് ഈ ട്രയാങ്കിൾ ഇതിന്റെ ഈ സൈഡിന്റെ മിഡ് പോയിന്റും ഈ സൈഡിന്റെ മിഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്തതാണ് നമ്മുടെ CB എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ BC എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ അല്ലെ? BC എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ നമ്മുടെ ഉള്ളിലത്തെ ക്വാഡ്രിലേറ്ററിന്റെ ഒരു സൈഡാണ്. അപ്പൊ ഈ BCയുടെ പ്രത്യേകത എന്താ? ഈ ഒരു ട്രയാങ്കിൾ, അപ്പൊ ഈ ട്രയാങ്കിൾ മാത്രമുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ QRS എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് തേർഡ് ലൈനിന്റെ സൈഡിൻ, തേർഡ് ലൈൻ എത്രയുണ്ടോ അതിന്റെ പകുതി ആയിരിക്കും. മനസ്സിലായില്ലേ? തേർഡ് ലൈൻ എത്ര സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടോ അതിന്റെ ഹാഫ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ട്രയാങ്കിൾ QRSന്റെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. QRS, എസില് BC എന്ന് പറയുന്ന സൈഡ് ഹാഫ് QC ആണ് അല്ലെ? QC ആണ്. QCയുടെ പകുതിയാണ് BC അല്ലെ? QCയുടെ ഹാഫ് ആണ് BC അല്ലെ? ഇനി അതേപോലെ തന്നെ ട്രയാങ്കിൾ PQS എടുക്കാണ്. PQS എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഇതിന്റെ ഈ സൈഡിന്റെ മിഡ് പോയിന്റും ഈ മിഡ് പോയിന്റും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ചതാണ് AD. PQS എന്ന് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിളിന്റെ QS എന്ന് പറഞ്ഞിരിക്കുന്ന സൈഡിന്റെ പകുതിയായിരിക്കും AD. കാരണം എന്താ? ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈൻ അതിന്റെ തേർഡ് സൈഡിന്റെ പകുതിയായിരിക്കും. എന്ന ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ AD എന്ന് പറയുന്ന സൈഡ് എടുത്താൽ ഹാഫ് QC ആണ്. അപ്പൊ ഹാഫ് QC ആണ് രണ്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? BC ഈക്വൽസ് AD എന്ന് മനസ്സിലായി. BCയും ADയും ഈക്വൽ ആണ്. അപ്പൊ BCയും ADയും ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സാധനം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡയഗണൽ എടുക്കുന്നു. ഈ ഡയഗണൽ എടുക്കുമ്പോൾ ഇതിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോ മനസ്സിലായിണ്ടാവും. ഞാൻ ഇനി വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് എടുക്കുകയാണെങ്കിൽ ഈ ഡയഗണൽ PQRSന്റെ PR ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് വന്നു. ഈ രണ്ട് ട്രയാങ്കിൾസ് വന്നപ്പോൾ എന്തുണ്ടായി? ഈ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് വരച്ചിട്ടുള്ള ലൈനാണ് AB. അങ്ങനെ നോക്കുകയാണെങ്കിൽ AB PRന്റെ പകുതിയാണ്. എന്ന പോലെ തന്നെ ഈ രണ്ടിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനാണ് DC. അപ്പൊ DC എന്ന് പറയുന്നത് PRന്റെ പകുതിയായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും PRന്റെ പകുതിയാണ്. ദെർഫോർ ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ മറ്റേ ജോഡി ഓപ്പോസിറ്റ് സൈഡുകളും കൂടി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മളുടെ ജോലി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ ഇനി അടുത്ത് നമ്മൾ ഏതാ നോക്കാൻ പോകണം? ഇപ്പൊ നമ്മൾ ഈ കാര്യമാണ് നോക്കിയത്. ഇനിയിപ്പോ PR എന്ന് പറയുന്ന ഭാഗം നോക്കുമ്പോ PQR ട്രയാങ്കിൾ PQR ഇത് ഏത് ട്രയാങ്കിളിലെ കാര്യമായിരുന്നു? ഇത് AD എന്ന് പറയുന്നത് PQS. ട്രയാങ്കിൾ PQS. ഈ ട്രയാങ്കിൾ PQSലാണ് ഈ കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണ ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ PQR. ഇൻ ട്രയാങ്കിൾ PQRല് AB എന്ന് പറയുന്ന സൈഡ്
ഹാഫ് പി ആർ ആണ്. പി ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡയഗണലിന്റെ പകുതിയാണ്. അതായത് ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ തേർഡ് സൈഡ് എന്ന പോലെ തന്നെ ഇനി ട്രയാങ്കിൾ പി ആർ എസ്, ഇൻ ട്രയാങ്കിൾ പി ആർ എസിൽ എന്താണ് സംഭവിച്ചത്? ഡി സി അല്ലെങ്കിൽ സി ഡി ഈക്വൽസ് ഹാഫ് പി ആർ. അങ്ങനെ നോക്കുമ്പോൾ എ ബിയും സി ഡിയും ഈക്വൽ ആണ്. എ ബിയും സി ഡിയും ഈക്വൽ ആണ്. എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? എ ബിയും സി ഡിയും. അപ്പൊ ഈ രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. എ ബി ഈക്വൽ സി ഡി. അപ്പൊ നമുക്ക് രണ്ടാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നു. അതും കൂടിയും പ്രൂവ് ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡിയുടെ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലെ? രണ്ട് പെയർ ഓപ്പോസിറ്റ് സൈഡുകളും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ദി ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായില്ലേ? ഇനി അതില് വേറെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ? വാട്ട് ഇഫ് ദ ഒറിജിനൽ ക്വാഡ്രിലേറ്ററൽ, അപ്പൊ ആദ്യം നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒറിജിനൽ ക്വാഡ്രിലേറ്ററൽ ഉണ്ടല്ലോ പി ക്യു ആർ എസ്, അത് ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ എന്താണ് ഉണ്ടാവാന്ന്? ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ ക്വാഡ്രിലേറ്ററൽ ഉള്ളിൽ വരച്ചിരിക്കുന്നതിന് എന്തായിരിക്കും പ്രത്യേകത? അല്ലെങ്കിൽ വാട്ട് ഇഫ് ഇറ്റ് ഈസ് എ റോംബസ്, ഇനി റോംബസ് ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം വരച്ച ക്വാഡ്രിലേറ്ററൽ ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ, ആദ്യം വരച്ചത് പി ക്യു ആർ എസ് ആണ്. പി ക്യു ആർ എസ് വരച്ചു റെക്ടാംഗിൾ. എന്നിട്ട് നമ്മൾ അതിന്റെ മിഡ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. ഇതിനെന്താണ് പ്രത്യേകത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മുന്നേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിന് ആദ്യം തന്നെ പിയും ആറും കൂടിയിട്ട് ജോയിൻ ചെയ്തു. മുന്നേ വരച്ച ക്വാഡ്രിലേറ്ററിന്റെ പോലെയല്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇങ്ങനെ വെറുതെ ഒരു ചതുർഭുജമല്ല, ഇതിനൊരു പ്രത്യേകത, ഇതൊരു ചതുരമാണ്. അപ്പോ പിയും ആറും കൂടി ആദ്യം തന്നെ ജോയിൻ ചെയ്തു, ഒരു ഡയഗണൽ കിട്ടി. അത് കഴിഞ്ഞ് ഈ എസും ക്യൂവും കൂടിയിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് അടുത്ത ഡയഗണലും വരച്ചു. ഈ പി ആറിനും എസ് ക്യൂവിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ചതുരത്തിനായാലും അല്ലെങ്കിൽ സ്ക്വയറിന്റെ ആയാലും നമുക്കറിയാം, റെക്ടാംഗിളിന്റെ ആയാലും സ്ക്വയറിന്റെ ആയാലും രണ്ട് ഡയഗണൽസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം അറിയാം. പി ക്യു അല്ല, പി ആർ ഈക്വൽ ക്യു എസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തന്നെ പി ക്യു ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ പി ക്യു ആർ നമ്മൾ എടുത്തു. പി ക്യു ആറില് എന്താണ് ചെയ്തിട്ടുള്ളത്? അതിനൊരു പേര് കൊടുക്കണല്ലേ? എ ബി സി ഡി പേര് കൊടുത്തു. എ ബി എന്ന് പറയുന്ന സൈഡ് വരച്ചിരിക്കുന്നത് എ പി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആണ്, ക്യു ആറിന്റെ മിഡ് പോയിന്റ് ആണ് ബി. അങ്ങനെ ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളില് രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈൻ ആ ട്രയാങ്കിളിന്റെ തേർഡ് ലൈനിന്റെ പകുതിയായിരിക്കും എന്ന പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എ ബി ഈക്വൽസ് ഹാഫ് പി ആർ ആണ് അല്ലെ? പി ആറിന്റെ പകുതിയാണ് എ ബി. എന്ന പോലെ തന്നെ ഡി സി ട്രയാങ്കിൾ പി ആർ എസ് എടുക്കുകയാണെങ്കിൽ ഡി സി എന്ന് പറയുന്ന ലൈനും ഹാഫ് പി ആർ തന്നെയാണ്. അപ്പൊ അതിനെന്ത് മനസ്സിലായി? എ ബിയും ഡി സിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇത് ട്രയാങ്കിൾ പി ക്യു ആറിലത്തെ കാര്യമാണ്. ഇനി ഇതോ ഡി സി പി ആർ എസിലത്തെ കാര്യമാണ്. ട്രയാങ്കിൾ പി ആർ എസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കുകയാണെങ്കിൽ ഏതെടുക്കാം? പി ക്യു ആർ കഴിഞ്ഞു, പി ആർ എസും കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ട്രയാങ്കിൾ ആണ്. എസ് പി ക്യു എടുക്കാം അല്ലെ? അല്ലെങ്കിൽ പി ക്യു എസ് എടുക്കാം. ട്രയാങ്കിൾ പി ക്യു എസ് എടുത്താൽ പി ക്യു എസ് ഇതെടുക്കുകയാണെങ്കിൽ എ ഡി ആണ് സൈഡ്. ഇത് രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്നത് എ ഡി ആണ്. അപ്പൊ എ ഡി എന്ന് പറയുന്നത് ഹാഫ് ക്യു എസ് ആണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്തത് എസ് ക്യു ആർ. ട്രയാങ്കിൾ എസ് ക്യു ആർ എടുക്കുകയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന സൈഡാണ്. ബി സി എന്ന് പറയുന്നത് ഹാഫ് ക്യു എസ് ആണ് അല്ലെ? ഹാഫ് ക്യു എസ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എ ഡിയും ബി സിയും ഈക്വൽ ആണ്. എ ഡി ഈക്വൽ ബി സി. എ ഡി എവിടെ? എ ഡിയും ബി സിയും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് കിട്ടി.
ഇനി ഇതിന് മൊത്തത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് ഹാഫ് പി ആർ ആണ്, ഇത് ഹാഫ് ക്യു എസ് ആണ്. ഈ പി ആറും ക്യു എസും ഈക്വൽ ആണ് നമ്മൾ മുന്നേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ഈ പി ആറും ഈ ക്യു എസും ഈക്വൽ ആണ്. കാരണം ഇത് റെക്ടാംഗിളിന്റെ ഡയഗണൽസ് ആണ്. റെക്ടാംഗിളിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതെല്ലാം ഈക്വൽ അല്ലേ? അല്ലേ? അപ്പൊ ഇതൊക്കെ ഈക്വൽ ആണ് നമുക്ക് മനസ്സിലായി. എ ബി ഈക്വൽസ് ഡി സി ഈക്വൽസ് എ ഡി ഈക്വൽസ് ബി സി. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡുകളും ഈക്വൽ ആയതുകൊണ്ട് ഈ ഉള്ളിൽ വരച്ചിരിക്കുന്നത് എന്താണ്? ഇതൊരു റോംബസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ സൈഡും ഈക്വൽ അല്ല, അപ്പൊ സ്ക്വയർ ആവില്ലേന്ന്. സ്ക്വയർ ആവണമെങ്കിൽ ഈ ആംഗിൾ ഒക്കെ 90 ഡിഗ്രി ആവണം. ഇതൊന്നും 90 ഡിഗ്രി അല്ല. അതുകൊണ്ട് 90 ഡിഗ്രിയും അല്ല, എല്ലാ സൈഡും ഈക്വലുമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു റോംബസ് ആയിരിക്കും. ഇനി ആ ക്വസ്റ്റ്യനത്തെ ലാസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ, ഇതൊരു റോംബസ് ആയിരുന്നെങ്കിൽ, ഈ ഒറിജിനൽ ക്വാഡ്രിലേറ്ററൽ ഒരു റോംബസ് ആയിരുന്നെങ്കിലോ എന്നാണ് ചോദ്യം. റോംബസ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? പി ക്യു ആർ എസ്. റോംബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സമഭുജ സാമാന്തരികം. 4 സൈഡും ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ല, 4 സൈഡ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്. ഇതിന്റെ അതുപോലെ തന്നെ വരച്ചാൽ, അയ്യോ ആദ്യം ഞാൻ ഡയഗണൽ വരച്ചില്ലേ, ഇതിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ക്വാഡ്രിലേറ്ററൽ വരയ്ക്കണ്ടേ? അതാണ് ചോദ്യം. അതെന്താണെന്നാണ് ചോദ്യം. എ ബി സി ഡി. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം. ഇത് പി ആർ എന്ന് പറയുന്ന സൈഡും എസ് ക്യു എന്ന് പറയുന്ന സൈഡ് ഈക്വൽ ആണോ? അല്ല, റോംബസിന്റെ ഈക്വൽ ആയിരിക്കില്ല. സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും മാത്രമാണ് ഓപ്പോസിറ്റ് അല്ല ഡയഗണൽസ് ഈക്വൽ ആയിരിക്കാം. ഡയഗണൽസ് കേട്ടോ, നേരത്തെ എന്തുട്ടാ പറഞ്ഞാവോ? ഡയഗണൽസ് ഈക്വൽ അല്ല റോംബസിന്റെ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനത് വീണ്ടും പറയണില്ല. ട്രയാങ്കിൾ പി ക്യു ആർ ആദ്യം എടുക്കാണ്. ട്രയാങ്കിൾ പി ക്യു ആർ, പി ക്യു ആറിൽ എ ബി എന്ന് പറയുന്ന സൈഡ് ഹാഫ് പി ആർ ആണ്. അതേപോലെ ട്രയാങ്കിൾ പി ആർ എസിൽ ഡി സി ഈക്വൽസ് ഹാഫ് പി ആർ തന്നെയാണ്. therefore AB ഈക്വൽസ് ഡി സി. അപ്പൊ എ ബി ഈക്വൽസ് ഡി സി എന്ന് കിട്ടി. അതേപോലെ ഇനി അടുത്തെടുക്കുകയാണെങ്കിൽ പി ക്യു എസ് എടുത്തു. ട്രയാങ്കിൾ പി ക്യു എസ് എന്താ സംഭവിക്കണേ? പി ക്യു എസിൽ എ ഡി ഈക്വൽസ് ഹാഫ് ക്യു എസ് ആണ് എ ഡി. എന്ന പോലെ സി ബി സി ട്രയാങ്കിൾ എസ് ക്യു ആറില് ബി സി ഈക്വൽസ് ഹാഫ് ക്യു എസ് തന്നെയാണ്. therefore ഒരെണ്ണം കൂടി കിട്ടി, എ ഡി ഈക്വൽ ബി സി എന്ന് കിട്ടി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവുമ്പോൾ നമുക്കറിയാം അത് പാരലോഗ്രാം ആണ്. അപ്പൊ ഇനി പാരലോഗ്രാം അല്ലാതെ വേറെ ഇതിനെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്നാണ് നമ്മൾ ഇനി നോക്കണ്ടേ. വേറെ പ്രത്യേകതകൾ എന്താണുള്ളത്? ഇത് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കില്ല. കാരണം എന്താ? ഡയഗണൽസ് ഈക്വൽ അല്ല. റോംബസിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത എന്താ? അത് പെർപെൻഡിക്കുലർ ആയിരിക്കും, നമുക്കറിയാം ഇല്ലേ? ഈ പി ആറും ക്യു എസും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഈ ഇവിടെയുള്ള ആംഗിൾ ഒക്കെ 90 ഡിഗ്രി വീതമായിരിക്കും. മനസ്സിലായ? അങ്ങനെ 90 ഡിഗ്രി ആവുമ്പോ ഈ ഒരു പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ഡയഗണലും എസ് ക്യു എന്ന് പറഞ്ഞിരിക്കുന്ന ഡയഗണലും പരസ്പരം പെർപെൻഡിക്കുലേഴ്സ് ആണ്. അങ്ങനെയാവുമ്പോ പി ആർ ഈ ക്യു എസിന് പാരലലാണ് സി ബിയും എ ഡിയും ബി സിയും ഇത് പാരലലാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഈ സൈഡുകൾ പാരലൽ ആയതുകൊണ്ട് ഇവിടെയൊക്കെ 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അതായത് ഇവിടെ 90 ഡിഗ്രി, ഇവിടെയൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. എല്ലാം പാരലൽ ആയതുകൊണ്ട് ഇത് ഈ 3 സൈഡുകൾ പാരലലാണ്, ഈ 3 ലെങ്ത്തും പാരലൽ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് നമ്മുടെ റോംബസ്. ഈ റോംബസിന്റെ ഈ 2 ഡയഗണൽസ് പരസ്പരം 90 ഡിഗ്രി ആണ്, അതായത് പെർപെൻഡിക്കുലേഴ്സ് ആണ്. ഇവിടെ 90 ഡിഗ്രി ആണ്.
അപ്പൊ ഈ സൈഡിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചാൽ എന്താ ഉണ്ടാവുക? ഇവിടെയും 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ? ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെയും 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ? ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗണലിന് പാരലാണ് ഈ സൈഡ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഇത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ 90 ആയിരിക്കും, ഇവിടെ 90 ആയിരിക്കും, അതേപോലെ ഇവിടെ 90 ആയിരിക്കും, ഇവിടെയൊക്കെ 90 ആയിരിക്കും. അങ്ങനെ 4 സൈഡും 90 ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്. എന്നാൽ ഓൾ സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയും വന്നു കഴിഞ്ഞാൽ അത് ആ ക്വാഡ്രിലേറ്ററിൽ എന്താണ്? അതൊരു റെക്ടാംഗിൾ ആയിരിക്കും അല്ലെ? റെക്ടാംഗിളിനാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രിയും വരാം. ഓൾ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വരെ വന്നെങ്കിൽ അത് എന്തായിരിക്കും? സ്ക്വയർ ആയാണ്. ഇതിപ്പോ അങ്ങനെയല്ല, എല്ലാ സൈഡും ഈക്വൽ അല്ല, പക്ഷെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു റോംബസിന്റെ മിഡ് പോയിന്റ്സ്, റോംബസിന്റെ സൈഡുകളുടെ മിഡ് പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഈ ക്വാഡ്രിലേറ്ററിൽ ഒരു റെക്ടാംഗിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഈ ലെസൺ ഇവിടെ അവസാനിച്ചു.